തിരക്കഥാ രചനയ്ക്ക് തിരക്കഥാകൃത്തുക്കൾ മാർഗരേഖയാക്കുന്നത് വൺ ലൈനെയാണ്. ഈ വൺ ലൈൻ രചന ആപേക്ഷികമാണ്. ഓരോ രചയിതാക്കൾക്കും ഓരോ രീതിയുണ്ട്. ഹിന്റുകൾ മാത്രമായിരിക്കും. അത് സംവിധായകനുമായുള്ള ചർച്ചയ്ക്ക് വേണ്ടി മാത്രം ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമായിരിക്കും വൺ ലൈൻ. അതായത് സീൻ 1, അവനിവിടെ വന്നു, അവനങ്ങോട്ട് പോയി, ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഡയലോഗുകളോ ഒന്നും ഉണ്ടാവില്ല. മാറ്റർ മാത്രമുള്ള ഞങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ഹാൻഡ് റൈറ്റിങ്ങിലായിരിക്കും. അത് സംവിധായകനുമായിട്ടുള്ള ചർച്ചയ്ക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിടത്തും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ചാർട്ടിങ്ങിനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ആ വൺ ലൈൻ ഉപയോഗിക്കാറില്ല. ഇത് വെച്ചിട്ട് സീൻ എഴുതിയതിനു ശേഷം പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്നിട്ട് ഈ സീനിൽ നിന്ന് വൺ ലൈൻ വേറെ ഉണ്ടാക്കും. ഇത് ശരിക്കും വെച്ചാൽ ഓരോ സീനിനെ കുറിച്ചുള്ള സൂചനകൾ മാത്രമായിരിക്കും, ഒരു ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള. അതിന് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, അതാണ് കറക്റ്റ് വാക്ക്. ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വൺ ലൈൻ എഴുതുന്നത്. ഒരു സിനിമയുടെ അവസാന വാക്ക് അതിൻ്റെ സംവിധായകനാണ്. ആ സംവിധായകന് ഇഷ്ടപ്പെടാത്ത ഒന്നും ആ സിനിമയിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ഞങ്ങൾ തിരക്കഥ എഴുതുമ്പോൾ അത് ഞങ്ങളുടെ അനുഭവത്തിലുള്ളതാണ്. ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഡയലോഗായിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. അത് ആ സംവിധായകന് കൺസീവ് ഇല്ലെങ്കിൽ അത് വെട്ടാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സംവിധായകൻ്റെ മനസ്സിൽ മാത്രമുള്ളതാണ്. ഇതെങ്ങനെ മ്യൂസിക് വരുന്നു, എങ്ങനെ ഇതിൻ്റെ എഡിറ്റിംഗ് പാറ്റേൺ വരുന്നു, എങ്ങനെ ഇത് മിക്സ് ചെയ്യുന്നു, അതൊക്കെ കംപ്ലീറ്റ് ഡയറക്ടറുടെ മനസ്സിൽ മാത്രമുള്ളതാണ്. ഈ തിരക്കഥയുടെ നീതി പുലർത്തിയില്ല സംവിധായകൻ എന്ന് പലപ്പോഴും തിരക്കഥാകൃത്തുക്കൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഞാനും ഒരിക്കലങ്ങനെ പരസ്യമായിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി അതിന് മുമ്പോ അതിന് പിമ്പോ അങ്ങനെ ഒരു പരാതി എൻ്റെ തിരക്കഥകൾ സംവിധാനം ചെയ്ത മറ്റ് സംവിധായകരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ആ പറയുന്ന പരാതിക്ക് അർത്ഥമില്ല. അത് തന്നെയാണ് അതിൻ്റെ കാരണം. ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ദൃശ്യബിംബങ്ങൾ സിനിമ ഇമേജസിൻ്റെ ആണല്ലോ. അതുപടി വേറൊരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഒരാൾ കാണുന്ന സ്വപ്നം വേറൊരാൾ കാണാൻ കഴിയാത്ത പോലെ, അല്ലെങ്കിൽ പാടില്ലാത്ത പോലെ. അത് തീർച്ചയായിട്ടും ഒരു വ്യക്തി തിരക്കഥ എഴുതുകയും വേറൊരു വ്യക്തിയെ സംവിധാനം ചെയ്യുകയും ചെയ്യുമ്പോൾ വ്യതിയാനങ്ങൾ ഉണ്ടായാൽ മതിയാവും. അത് നല്ലതിനോ ചീത്തയ്ക്കോ എന്നുള്ളത് പിന്നെ കാണികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. തിരക്കഥാകൃത്ത് തന്നെ സംവിധാനം നിർവഹിക്കുന്ന സിനിമകളിൽ പരസ്പര സംവേദനത്തിന്റെ പല പ്രതിബന്ധങ്ങളും ഇല്ലാതെയാകും. കഥ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ തിരക്കഥ വേറൊരാൾ എഴുതി കൊണ്ടുവന്ന് ചെയ്യുന്നത് ഒരു മൈക്കാട്ടി പണിയാണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സംവിധായകൻ എന്ന് പറയുന്ന ഒരാളിന് ചേർന്നതല്ലത്. അയാളപ്പോൾ വെറുതെ ഒരു ഓപ്പറേഷണൽ ഡയറക്ടറാണ്. അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അങ്ങനെ മാത്രമേ അവരെ കാണാൻ പറ്റുള്ളൂ. കാരണം ശരിക്കും അയാൾ വിഭാവന ചെയ്ത സംഗതിയല്ല ആ സ്ക്രിപ്റ്റ്. വേറെ ആരോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വിഭാവന ചെയ്തതിനെ അയാൾ സ്റ്റാർട്ടും കട്ടും പറയുന്ന ഒരു ഡയറക്ടറാണ്. അങ്ങനെയുള്ള ഓപ്പറേഷണൽ ഡയറക്ടേഴ്സ് ഒത്തിരിയുണ്ട്. എഴുത്തുകാരനും സംവിധായകനും തമ്മിലുള്ള സമാന തരംഗദൈർഘ്യമാണ് മികച്ച കൂട്ടുകെട്ടുകൾക്കും സൃഷ്ടികൾക്കും കാരണമായത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒന്നിലധികം തലച്ചോറുകളിലൂടെ കടന്നുപോകുന്ന ഒരു പ്രോഡക്റ്റിന് ലഭിക്കുന്ന നിറവൈവിധ്യവും പൂർണ്ണതയും സിനിമയ്ക്കും ലഭിക്കുന്നു. പലപ്പോഴും ചെയ്യുന്നത് ഇപ്പോൾ അന്തർദേശീയമായിട്ടുള്ള തന്നെ ചെയ്യുന്ന വലിയ ഹോളിവുഡ് പോലും മറ്റ് അപൂർവം യൂറോപ്യൻ ഭാഷകളിൽ പോലും ചെയ്യുന്നത് ഒരു എഴുത്തുകാരനെ കൂടെ സഹകരിപ്പിക്കും ചിലപ്പോൾ അപൂർവ അവസരങ്ങളിൽ. പക്ഷേ കൃത്യമായിട്ടും അതിൻ്റെ സൃഷ്ടാവ് സംവിധായകൻ തന്നെയായിരിക്കും. മറ്റേ ആളുടെ സഹായം കൂടി ഇതിനകത്ത് തേടും. ഷേക്സ്പിയർ കൃതികൾ സിനിമയാക്കിയവർക്കൊക്കെ പറ്റിയ പരാധീനത ഇതാണ്. അതിലെ ഏറ്റവും നല്ല അംശങ്ങളെന്ന് പറയുന്നതിനെ നിലനിർത്തിക്കൊണ്ടേ അവരത് ചെയ്തിട്ടുള്ളൂ, ആ സോൾലോക്കികളെയും ഒക്കെ. പക്ഷേ സോൾലോക്കികൾ നിലനിർത്തി ചെയ്ത സിനിമകളൊക്കെ നാടകത്തിൻ്റെ ഒരു കാർബൺ കോപ്പികളായി മാറി. നേരെ മറിച്ച് അതിനെ വലിച്ചെറിഞ്ഞിട്ട് തൻ്റേതായ സൃഷ്ടി ക്രോസാവ് നടത്തിയപ്പോൾ ത്രോൺ ഓഫ് ബ്ലഡ് പോലെ ഒരു ക്ലാസിക് സിനിമ ഉണ്ടായി. അപ്പോൾ ഇതാണ് എപ്പോഴും സാഹിത്യകൃതി സിനിമയാകുമ്പോൾ ഒരു തിരക്കഥാകൃത്തിന് വേണ്ട കാഴ്ചപ്പാട്. കാരണം ആ സാഹിത്യകൃതി അല്ല, നമ്മുടെ വിഷയം സിനിമയാണ്. തിരക്കഥയുടെ എഴുത്തിൻ്റെ സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ടൈമിങ്? എഴുത്തിന് അങ്ങനെയല്ല, ചിലർ പുലർച്ചെ നേരത്തെ എഴുന്നേക്കും, അല്ലെങ്കിൽ ചിലർ രാത്രി ലേറ്റായിട്ടിരുന്ന്, അങ്ങനെ എന്തെങ്കിലും? ഇത് രണ്ടുമല്ല, പകൽ സമയമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സാധാരണ ഒരു 10 മണി തൊട്ട് 1 മണി വരെ 1:30 വരെ ആയിരിക്കും പീക്ക് ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് എഴുതിയതിൻ്റെ ബ്രഷിംഗ് അപ്പ് ആയിരിക്കും ആ ദിവസത്തിൻ്റെ ബാക്കി നടക്കുന്നത്. സിനിമകൾ എഴുതുന്ന സമയത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ പേര് കേട്ട സിനിമകൾ കാണാൻ ശ്രമിക്കാറുണ്ട്, ഈ സിനിമയായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും. കാരണം ആ സിനിമ കാണുമ്പോൾ ആ സിനിമകൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അത്രത്തോളം ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്.
ആ സമയത്തൊരു മോശം സിനിമ കണ്ടാൽ അത് ഞങ്ങളുടെ ഈഗോ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ്. ഇതിനേക്കാൾ മുകളിലാണ് നമ്മുടെ തിരക്കഥ. തിരക്കഥാരചന രണ്ടുപേർ പങ്കിടുമ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ആരാണ് ആരംഭം എഴുതുന്നത്, ആരാണ് ക്ലൈമാക്സ് എഴുതുന്നത്? അത്തരം കാര്യങ്ങൾ ഒരു ട്രേഡ് സീക്രട്ടാണ്, സംവിധായകന് പോലും പിടികിട്ടാത്ത സമസ്യ. ഞങ്ങളുടെ എഴുത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ചെയ്താണ് എഴുതുന്നത്. ചിലപ്പോൾ ചേരാത്ത ഐഡിയാസ് ഉണ്ട്. ഞാൻ പറയുന്ന ഐഡിയ സഞ്ജുവിനും പറയുന്ന ഐഡിയ എനിക്കും ഇഷ്ടപ്പെടാതെ വരാറുണ്ട്. ഞങ്ങളത് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഈക്വലി ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഈ വർക്കൗട്ട് ആവുന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പുള്ള ഒരു സമവായത്തിലെത്തുകയാണ് പതിവ്. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സ് കൂടാണ്ടോ, അത് സിനിമയിൽ സ്വാഭാവികമാണ്. അത് ഒരു എന്താ പറയുക, പ്രത്യേകിച്ചും കാസനോവ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സമയത്ത് ഞങ്ങൾ കമ്മിറ്റ് ചെയ്ത മറ്റ് സിനിമകളുണ്ടായിരുന്നു. ഈ കമ്മിറ്റ്മെൻറ്റ്സ് കൂടാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും വർക്ക്. അങ്ങനെ ഒരു ഡിവിഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അത് ഏത് സിനിമ ആര് എങ്ങനെ എന്നുള്ളത് ഒരിക്കലും പുറത്ത് പറയാറില്ല. ഒരു ക്യാരക്ടറായിട്ട് ഒരാളുടെ രൂപം മനസ്സിലുണ്ടാവുമല്ലോ, അത് നടന്മാരുടെ മുഖമായിരിക്കും. അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ പറഞ്ഞാൽ അങ്ങനെ അല്ലാതാവുകയാണ് നല്ലത്. നടീനടന്മാരുടെ മുഖം ഇല്ലാതെ ഒരു കഥ ഉണ്ടാവുകയും തിരക്കഥയും ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും റിയൽ സെൻസിൽ നല്ലതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. കാരണം അതിൻ്റെ ശുദ്ധത നഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ ഈ നടൻ്റെ വാണിജ്യപരമായിട്ടുള്ള ഇമേജിനെ നമ്മളറിയാതെ നമ്മളെ അതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കഥ വീണ് കിട്ടുന്നത് ഒരിക്കലും ഒരു നടൻ്റെയോ നടിയുടെയോ മുഖം വെച്ചിട്ടായിരിക്കില്ല, ഒരിക്കലും ആയിരിക്കില്ല. പിന്നെ അതിലേക്ക് ഈ പറയുന്ന പോലെ സിനിമയുടെ അനിവാര്യതയായ നടീനടന്മാരും അവരുടെ ഇമേജുകളും വന്ന് വീഴാറുണ്ട്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഒരു നടനെയും നടിയെ മനസ്സിൽ വെക്കാതെ എഴുതുന്നതിൻ്റെ സുഖം, അങ്ങനെ വെച്ചെഴുതുന്നതിൻ്റെ ആ ഫ്രീഡം കിട്ടില്ല. അതേസമയം ചില നടീനടന്മാരാണ് ഈ ഡയലോഗ് പറയാൻ പോകുന്നത് എന്നുള്ളത് നമ്മളെ ചില അവസരങ്ങളെങ്കിലും പ്രചോദനം തരാറുണ്ട്.